അടുത്തത് നമ്മൾ പറയാൻ ലിറ്ററൽ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് സംസാരിച്ചേ പറ്റൂ. നമ്മൾ വാരിയബിളിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? വാരിയബിൾ ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ എല്ലാം കേട്ടോ. ഹാർട്ട് ഓഫ് ദ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് വാരിയബിൾ ആണ്. നമുക്ക് അങ്ങനെ തമാശയിൽ പറയാം. അപ്പോൾ വാരിയബിൾ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതിനൊരു പേരുണ്ടെന്ന്. ആ പേരുണ്ടാക്കുന്നത് ആരാണ്? ഐഡന്റിഫയർ ആണ്. ഇനി അതിലേക്ക് എന്തൊക്കെ വാല്യൂസ് വരുന്നത് പറയുന്നതാണ് ഡാറ്റ ടൈപ്പ്. പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡാറ്റ. ഒരു വാരിയബിൾ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് വിളിക്കുന്ന പേരാണ് ഡാറ്റ ടൈപ്സ്. പൈത്തണിന്റെ ഏറ്റവും ഒരു എന്താ പറയുക അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പുകളാണ്. ബാക്കി ലാംഗ്വേജുകൾ പഠിക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പൈത്തൺ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൈത്തൺ ബാക്കി ലാംഗ്വേജസിന് വ്യത്യാസം വരുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നത് ന്യൂമറിക് നമ്പേഴ്സ്. നമ്മളിപ്പോൾ മാക്സിമം യൂസ് ചെയ്യുന്നതാവും ഇതൊക്കെ ആയിരിക്കും. നമുക്ക് നമ്പേഴ്സുകൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് പ്രോഗ്രാമിൽ പറയുന്ന പേരാണ് ഇൻഡിജർ. അതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയാം INT ഇൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ് വാല്യൂസ് യൂസ് ചെയ്യണം. കമാക്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോയിന്റ് വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യണം. ഒരു പെർസെൻറ്റേജ് കാൽക്കുലേഷൻ, ഒരു ആവറേജ് ഓഫ് എ നമ്പർ, ഇതൊക്കെ നമുക്ക് എപ്പോഴും പോയിന്റ് വാല്യൂസ് ആയിട്ടാണ് കിട്ടുക അല്ലെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ പോയിന്റ് വാല്യൂസ് ആണ്. അങ്ങനത്തെ കേസ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫ്ലോട്ട് ആണ്, ഫ്ലോട്ടിംഗ് പോയിന്റ്. അതിന് ചെറുതാക്കി പറയാം ഫ്ലോട്ട് എന്നാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയാൻ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിന് ആകെ അറിയുന്ന ഭാഷ എന്താണ്? 0യും 1ഉം മാത്രമാണ്. 0 എന്ന് പറഞ്ഞാൽ ഓഫ്, 1 എന്ന് പറഞ്ഞാൽ ഓൺ, അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ ഫാൾസ്, 1 എന്ന് പറഞ്ഞാൽ ട്രൂ. ഈ കോൺസെപ്റ്റ് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ. ഓക്കെ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T വെച്ചിട്ടുള്ള ട്രൂവും ക്യാപിറ്റൽ F വെച്ചിട്ടുള്ള ഫോൾസും ആണ്. ഇനി നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ഒരു റിയൽ ഇമാജിനറി പാർട്ട്, റൂട്ട്സിന്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങനെ ഇമാജിനറി റൂട്ട്, റിയൽ റൂട്ട് എന്നൊക്കെ പറയില്ലേ, ആ കോൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ ഓൾറെഡി ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് കോംപ്ലക്സ് ആണ്. നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യൊന്നുമില്ല. നിങ്ങൾ അറിയേണ്ട ന്യൂമറിക് ഡാറ്റ ടൈപ്പിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻഡിജർ, ഫ്ലോട്ട്, ബൂളിയൻ ആണ്. ഓക്കെ, അടുത്തത് NONE ഉണ്ട്. നൺ. പേര് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും സേവ് ചെയ്യാനില്ല, കൊടുക്കാനില്ല എന്ന് കാണിക്കാൻ വേണ്ടി, ഒരു വാല്യൂ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ് NONE എന്ന് പറയുന്നത്. അടുത്ത രണ്ടെണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് സീക്വൻസും ഡിക്ഷണറിയും. ഓക്കെ, സീക്വൻസിൽ വരുന്ന സമയത്ത് നമുക്ക് സീക്വൻസ് ഓഫ് ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ കൊടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ അത് ലിസ്റ്റാണ്. ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ലിസ്റ്റ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതായത് ലിസ്റ്റാണ് ഈ പൈത്തൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈസി ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലിസ്റ്റ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ വാല്യൂസിനെ കൂട്ടി എഴുതും. എന്നിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു മടി ഇല്ലാണ്ട് അത് ചേഞ്ച് ആവും. അതാണ് ലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ്സ് മ്യൂട്ടബിൾ പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ടപ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ വാല്യൂസ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ടപ്പിളിൽ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ഒരു എന്താ കൊടുത്തേ അത് നമുക്ക് ലാസ്റ്റ് വരെ അതേപോലെ പോകും. അതാണ് ടപ്പിളിന്റെ പ്രശ്നം. ടപ്പിൾ ഈസ് ഇമ്മ്യൂട്ടബിൾ. ഓക്കെ, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേര് തന്നെ, ഇപ്പം നിങ്ങൾ ആ പേര് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു വേർഡ് ആവില്ലേ ഇംഗ്ലീഷിൽ ആൽഫബറ്റിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ? അതേ കോൺസെപ്റ്റ് തന്നെയാണ് സ്ട്രിംഗിൽ വരുന്നത് കേട്ടോ. അപ്പോൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു വേർഡ് ആവുന്ന പോലെ ഇവിടെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ വിളിക്കുന്ന പേര് സ്ട്രിംഗ് എന്നാണ്. ഡബിൾ കോട്ട്സ് വെച്ചിട്ടോ സിംഗിൾ കോട്ട്സ് വെച്ചിട്ടോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഡിക്ഷണറിയാണ്. ഡിക്ഷണറി കുറച്ച് ഹൈ വേർഷൻ ഒന്നും പറയില്ല, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ്. അതിലെങ്ങനെയാ വെച്ചാൽ കേർലി ബ്രേസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ കീക്ക് ഒരു വാല്യൂ ഉണ്ടാവും. ഒരു കീ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വാല്യൂ വെച്ചിട്ടാണ്. ഇപ്പോൾ 1 അഭിനവ് എന്ന് പറയുന്ന പോലെ, അപ്പോൾ ഒന്നാമത്തെ റോൾ നമ്പർ അഭിനവിന്റെ ആണ് എന്ന് പറയുന്ന പോലെ ഓരോ പേരായിട്ടായിരിക്കും വാല്യൂസ് സ്റ്റോർ ആവുന്നത്. ഇത്രയും കാര്യങ്ങൾ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ സംസാരിക്കാൻ പോണത് ഒരു വാരിയബിളിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു എന്താ പറയുക കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുകയാണ്. അതായത് ഓക്കെ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് പോണതിന് മുന്നേ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ഏജ് ഈക്വൽ 25 അതൊരു ഹോൾ നമ്പർ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു പ്രൈസ് പറയുന്നത് എപ്പോഴും നമ്മൾ ഫ്ലോട്ടിംഗ് വാല്യൂസിലായിരിക്കും. കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. 3 + 5j എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ടും 5 എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടുമാണ് കേട്ടോ. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓ ഫാൾസ്. ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, 0 എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്. സ്ട്രിങ്ങിൻ്റെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേരിനെ കൊടുത്ത് ദിവ്യ എന്നുള്ളത്, അല്ലെങ്കിൽ ഹായ് എന്ന് കൊടുക്കാം. ലിസ്റ്റിൽ പറയുമ്പോൾ ഞാൻ 10, 20, 30 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓർഡർ ആണ്, കളക്ഷൻ ആണ്. ദാറ്റ് ക്യാൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്, കളക്ഷൻ ആണ്, പക്ഷേ ദേ കനോട്ട് ബി ചേഞ്ച്. NONE പറഞ്ഞാൽ നത്തിങ്, ഒന്നുമില്ല എന്ന് കാണിക്കാൻ. പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ഉണ്ട് സെറ്റ് അൺഓർഡർഡ് ആണ്, പക്ഷേ യൂണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അത് അധികം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് മുകളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനത് അറിഞ്ഞു വെക്കുക. സെറ്റിനെ കുറിച്ച് അറിഞ്ഞു വെക്കുക കേട്ടോ. മാപ്പിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 1 കോളൻ ലിബിൻ എന്ന്, 2 കോളൻ നന്ദന എന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്ന് റെപ്രസെന്റ് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് മാപ്പിംഗ് വർക്ക് ചെയ്യുന്നത്. അതിൽ കീസ് മ്യൂട്ടബിൾ അല്ല, വാല്യൂസ് മ്യൂട്ടബിൾ ആണ്.
ഓക്കെ. അപ്പോൾ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് മനസ്സിലായ ശേഷം നമ്മൾ ലിറ്ററൽസിനെ കുറിച്ച് പറയാണ്. ഒരു ഫിക്സഡ് വാല്യൂ ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ത്രൂ എക്സ്പ്രഷൻ നമ്മൾ അതിനെ ലിറ്ററൽ എന്ന് വിളിക്കും. മെയിൻലി ലിറ്ററൽസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വാല്യൂ വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഏജ് ഈക്വൽ 25 എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജർ ലിറ്ററിലാവും. നെയിം ഈക്വൽ ടു ആലിസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിംഗ് ലിറ്ററിലാവും. ഇപ്പോൾ പെർസെൻറ്റേജ് ഈക്വൽ ടു 99 എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലോട്ടിംഗ് ലിറ്ററിലാവും. ഈസ് ട്രൂ എന്ന് പറഞ്ഞ ഒരു ബൂളിയൻ ലിറ്ററിലാവും. അങ്ങനെ ഓരോന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്ററൽസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്, അല്ലെ? കോൺസ്റ്റന്റ് ആണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. പൈൻ്റെ വാല്യൂ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ, അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലിറ്ററൽസ് യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.